ആതുര സേവനമെന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചാരുതയോടെ KMCC വന്നിതാ. പോരിശയോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ KMCC അന്തസ്സിൽ മുന്നേറുന്നേ. ആതുര സേവനമെന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചാരുതയോടെ KMCC വന്നിതാ. പോരിശയോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ KMCC അന്തസ്സിൽ മുന്നേറുന്നേ. സങ്കടമെന്നൊരു സംഗതിയാലെ നീറുന്നോരിൽ സാന്ത്വനമായി സാധുക്കളുടെ ഇല്ലായ്മകളിൽ എല്ലാം നൽകി കൂട്ടായി. സൗജന്യമായി പാവങ്ങൾക്ക് പലതും നൽകി താങ്ങായി. സഹതാപത്താൽ രോഗികളെയും ശുശ്രൂഷിച്ച് തുണയായി. കഴിവോളം വിവാഹധന സഹായങ്ങൾ നൽകുകയായി. ഇതുപോലെ റിലീഫുകളും മതിയേറെയും ചെയ്യുകയായി. KMCCയുടെ നല്ല കരുണക്കൈകളിതാ. മുസ്ലിം ലീഗിൻ കർമ്മമനസ്കർ ഒത്തൊരുമിച്ചു വളർത്തി ചൊടിയിൽ. ആതുര സേവനമെന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചാരുതയോടെ KMCC വന്നിതാ. പോരിശയോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ KMCC അന്തസ്സിൽ മുന്നേറുന്നേ. വിജയത്തോടെ ആണ്ടുകളങ്ങനെ പടികയറുന്ന സംഘടന. വിവിധ തരത്തിൽ പാവനമാം കർമ്മങ്ങൾക്കും മുൻഗണന. വീടിനും നാടിനും വിയർപ്പൊഴുക്കുന്ന ചെറുപ്പക്കാരും മുൻപിലിതാ. വിളിച്ചാൽ വിളിയും കേട്ടുവരുന്നവർ ഇന്നാടിനൊരു കാവലിതാ. മുസ്ലിം ലീഗിൻ ഓമന മക്കൾ കൈകോർത്തുള്ള ദൗത്യമിതാ. മുന്തിയ പച്ചക്കൊടിയുടെ തണലിൽ വട്ടമിരുന്നൊരു ലക്ഷ്യമിതാ. KMCCയുടെ നല്ല കരുണക്കൈകളിതാ. മുസ്ലിം ലീഗിൻ കർമ്മമനസ്കർ ഒത്തൊരുമിച്ചു വളർത്തി ചൊടിയിൽ. ആതുര സേവനമെന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചാരുതയോടെ KMCC വന്നിതാ. പോരിശയോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ KMCC അന്തസ്സിൽ മുന്നേറുന്നേ. ആതുര സേവനമെന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചാരുതയോടെ KMCC വന്നിതാ. പോരിശയോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ KMCC അന്തസ്സിൽ മുന്നേറുന്നേ.
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الله أحد الله الصمد لم يكن له كفوا أحد الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم وصل وبلغ مثل ثواب ما قرأنا من القرآن العظيم إلى حضرة روح سيدنا محمد صلى الله عليه وسلم وإلى حضرة من نبينا محمد إلى حضرة إلى خيركم أجمعين وبيقيم جميع بركات بارك لنا في جميع أمورنا خصوصا في أمرنا هذا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. പ്രിയമുള്ളവരെ, അടുത്തായി പരിപാടിക്ക് സ്വാഗതം അർപ്പിക്കുവാൻ വേണ്ടി ഈ പരിപാടിയുടെ മുഖ്യ സൂത്രധാരൻ GCC KMCയുടെ കൺവീനർ NK മുസ്താഖ് അലിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവരുകളെ, ബഹുമാനരായ ഉസ്താദ് ഇംബിച്ച് അഹമ്മദ് ഹാജി അവരുകളെ, ബഹുമാനനായ കമ്മദ് സാഹിബ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ സെക്രട്ടറി നസീം പുളിക്കൽ, ചെറുകാവ് മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ അച്ചുവേട്ടൻ, ബഹുമാനനായ വേങ്ങാട് മഹല്ല് പ്രസിഡന്റ് KT മൊയ്തീൻ ഹാജി, അരുളിപ്പുറം വിഷ്ണു ക്ഷേത്രം സെക്രട്ടറി മോഹൻദാസ് മാസ്റ്റർ, പ്രിയങ്കരായ മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ നല്ലവരായ നാട്ടുകാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇത്തരത്തിലുള്ളൊരു വേദിയിൽ നമുക്കെല്ലാവർക്കും സംഗമിക്കാൻ തൗഫീഖ് നൽകിയ സർവശക്തനായ റബ്ബിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, KMCC എന്ന പ്രസ്ഥാനം സ്വന്തം കുടുംബത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളും ചുമലിലേറ്റിക്കൊണ്ട് മരുഭൂമിയുടെ ഏകാന്തതയിൽ കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് പ്രവർത്തിക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസി സമൂഹം തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ വിശ്വാസപരമായി തന്നിൽ അർപ്പിക്കപ്പെട്ട തന്റെ അയൽവാസിയെ കൂടി, തന്റെ സഹജീവിയെ കൂടി പരിഗണിക്കണമെന്ന വിശ്വാസപരമായ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ സഹജീവിയുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KMCC. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം, നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊന്ന് ചെന്നു നോക്കിയാൽ നിരാലംബരായ ഒരു പറ്റം രോഗികൾ അവരെ ആശയത്തിന് വേണ്ടി കൈനീട്ടുന്നത് CH സെന്ററിന്റെ മുന്നിൽ ചെന്നുകൊണ്ടാണ്. ആ CH സെന്റർ ആവട്ടെ ഒരു ദിവസം പ്രവർത്തിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് KMCC അവർക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങ് തിരുവനന്തപുരത്ത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് നോക്കിയാൽ
നമ്മുടെ പ്രിയങ്കരനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ നാമധേയത്തിൽ തന്നെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH സെന്റർ, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഓർക്കാൻ നമ്മുടെ ഇടനെഞ്ചിന്റെ മിടിപ്പുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു നാമധേയമുണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ മഹാനായ നേതാവിന്റെ നാമധേയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഉയർന്നു കാണുന്ന ബൈത്തുർ റഹ്മ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ബൈത്തുർ റഹ്മകൾ നമ്മുടെ ഈ കേരളക്കരയിൽ ഉയർന്നു നിൽക്കുന്നത് KMCCയുടെ പ്രവർത്തകരുടെ അഹോരാത്രമായുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന KMCC, ആ KMCCക്ക് മാതൃക കാണിച്ചിരിക്കുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, KMCCയുടെ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം നാട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് കൊടികെട്ടി പൊതുയോഗം നടത്തുകയല്ല, മറിച്ച് നമുക്കൊപ്പം ജീവിക്കുന്ന ഒരു ജനസമൂഹം, നിരാലംബരായിരിക്കുന്ന സ്വന്തം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടി നിങ്ങൾ വല്ലതും മിച്ചം വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമെന്ന് മാതൃക കാണിച്ചിട്ടുള്ളത് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഈ പ്രസ്ഥാനത്തിന്റെ KMCCയുടെ ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കാൻ ആധുനിക സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഒരുപറ്റം പ്രവാസികൾ, 99% വരുന്ന ഈ പേങ്ങാട് മഹല്ലത്തിൽ അധിവസിക്കുന്ന പ്രവാസികളായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമുക്കറിയാം ഇന്ന് സ്മാർട്ട് ഫോണുകളിൽ തലകുനിച്ചിരുന്നു കൊണ്ട് അധർമ്മത്തിനും മറ്റു അനാചാര പ്രവർത്തനങ്ങൾക്കും സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പ്രദേശത്തെ സാധാരണക്കാരായ പ്രവാസികൾ, കേവലം പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഈ നാട്ടിലെ പ്രവാസികളായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യവുമായി നാം മുന്നോട്ട് വന്നപ്പോ അകമഴിഞ്ഞുകൊണ്ട് നമ്മോട് സഹകരിച്ചുകൊണ്ട് ഇന്ന് ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതിന്റെ 10 മടങ്ങായി കൊണ്ട് നമ്മോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. കേവലം 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇത്തരത്തിലൊരു സംരംഭം തുടക്കം കുറിക്കുകയും അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിർണയിച്ചുകൊണ്ട് ഒരു ബൈലോ പുറത്തിറക്കുകയും അതിലൊന്നാമത്തെ തീരുമാനമായി കൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അവിഭാജ്യ ഘടകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KMCCയുടെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ, അതിന് താങ്ങും തണലുമായി നിൽക്കുന്ന പ്രവർത്തിക്കാൻ കരുത്ത് പകരുന്ന ഒരു ഗ്രൂപ്പായിരിക്കും ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ള അതടക്കമുള്ള 10ഓളം വരുന്ന തീരുമാനങ്ങൾ, നിയമങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒരു കമ്മിറ്റി നിലവിൽ വരികയും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂട്ടായ്മക്കൊരു കൈത്താങ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ റമദാൻ 9 മുതൽ 29 തുടങ്ങിയ ദിനങ്ങളിൽ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയും അതിനോടനുബന്ധിച്ച് ഒരു കമ്മിറ്റി നിലവിൽ വരികയും വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം നമ്മൾ കമ്മിറ്റിക്ക് നടത്തുകയുമുണ്ടായി. അതിന്റെ ആദ്യപടി എന്നോണമാണ് നമ്മൾ ഈ നമ്മുടെ ഒരു പുരുഷായുസ് മുഴുവൻ നമ്മുടെ ഈ മഹല്ലത്തിനും നമ്മുടെ നാടിനും വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സീതി ഹാജി മഹാനവറുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മഹത്തായ പരിപാടിക്ക് നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ നടത്താൻ പോകുന്ന ഒരു പരിപാടി നമ്മുടെ നാടിന്റെ ഈ മദ്രസക്കും പള്ളിക്കും വേണ്ടി ഒരുപാട് കാലമായി നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളിയുടെ ഒരു ഹാദിമായി കൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ നീക്കി വെച്ചുകൊണ്ട് ഇന്നും നമ്മോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കള്ളിയൻ കുട്ടിയാങ്ക, ആ മഹാനായ മനുഷ്യനെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പേരിൽ വർഷത്തിൽ ഒരാളെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, എന്നാൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ തിരുഭവനത്തെ കാണിക്കാൻ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വർഷത്തിൽ ഒരാളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കൊണ്ട് ഈ വർഷം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുട്ടിയാങ്കയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രവർത്തനമായി കൊണ്ട് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ മഹല്ലത്തിൽ ഇന്ന് 2 കിഡ്നിയും മാരകമായ രോഗം ബാധിച്ചുകൊണ്ട്
ഒരു ദിവസം 1000-ലേറെ രൂപയുടെ ഭാരിച്ച ഉത്തരവാദിത്വം ആ കുടുംബത്തിന്റെ ചുമലിൽ വന്നു ചേർന്ന ഒരു നിരാരംഭരായ ഒരു കുടുംബമുണ്ട് ഇവിടെ. ആ കുടുംബത്തെ ഈ ഗ്രൂപ്പിന്റെ ആദ്യത്തെ സഹായ വിതരണം ആ കുടുംബത്തിന് ബഹുമാനപ്പെട്ട തങ്ങള് ഇന്ന് നിർവഹിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നല്ല സംരംഭവുമായി മുന്നോട്ട് വന്നപ്പോ അകമഴിഞ്ഞ് സഹായിച്ച എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട്. KMCCയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, KMCC എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അവിഭാജ്യ ഘടകമാണ്. മാത്രമല്ല ആ പാർട്ടിയുടെ അധ്യാപക സംഘടനയ്ക്ക് പോലും അംഗീകാരം കൊടുക്കാതെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമ്പോഴാണ് KMCC എന്ന ഈ പ്രസ്ഥാനത്തിന് അതിന്റെ ഔദ്യോഗികമായ പോഷക സംഘടനയായി അംഗീകരിച്ച ഒരു പ്രസ്ഥാനമാണ് KMCC എന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ നാട്ടില് പലവിധ വിമർശനങ്ങൾ, നല്ല കാര്യങ്ങൾക്കൊക്കെ പലവിധ വിമർശനങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു കർമ്മങ്ങളുമായി മുന്നോട്ട് വരുമ്പോ അതിനെ ഇരു കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വല്ല രോഗിയെയും കൊണ്ടു ചെന്നാൽ, വല്ല ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് നമ്മൾ CH സെന്ററിലേക്ക് കടന്നു ചെന്നാൽ അവന്റെ രാഷ്ട്രീയമോ അവന്റെ മതമോ അവന്റെ ജാതിയോ അല്ല നമ്മൾ ആ CH സെന്ററിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുന്നത്. പകരം അവന്റെ ബ്ലഡ് ഗ്രൂപ്പും അവന്റെ ചികിത്സക്ക് ആവശ്യമായ കാര്യങ്ങളെ കുറിച്ചുമാണ് ചോദിച്ചറിയുന്നത് എന്നാണ് ഈ വിമർശകരോട് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ഈ നാട്ടിൽ നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഈ KMCC GCC KMCC പേങ്ങാട് എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് തന്നെ ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവൈക്കത്തെ ശിരസ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസൽമാൻ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് എന്ന് കൂടി എനിക്ക് ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. എന്താണ് പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞത്? ദീനിൽ അക്രമം കാണിച്ചവനെ കുറിച്ച് പ്രിയപ്പെട്ട നബിയെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവനാണ് യതീമിനെ ആട്ടിയകറ്റുന്നവരും മിസ്കീന് ഭക്ഷണം നൽകുന്നതിനെ പ്രചോദനം നൽകാതിരിക്കുന്നവരും അവനാണ് ദീനിൽ അക്രമം കാണിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വാക്യം ഈ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും വ്യാമോഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ആരൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങൾ നടത്തിയാലും ശരി, തളരാതെ പതരാതെ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്ന് പ്രവർത്തിക്കാൻ ഈ നാടിന്റെ പ്രകാശമായി കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഈ മഹല്ലത്തിന്റെ ഭാരവാഹികളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിക്കീയിൽ ഇവിടുത്തെ അച്ചടക്കമുള്ള പാർട്ടിയുടെ പ്രവർത്തകരായിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ GCC KMCC എന്ന ഈ പ്രവാസ ലോകത്തെ അനിഷേധ്യമായ പ്രസ്ഥാനം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് ഒരിക്കൽ കൂടി ഈ വേദിയിൽ വെച്ചുകൊണ്ട് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ നൗഷാദ് മണ്ണിശ്ശേരി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ മഹത്തായ പരിപാടിയിൽ നമ്മുടെ സീതി ഹാജി അവറുകളെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെയൊക്കെ പ്രതീക്ഷയും പ്രത്യാശയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സംഘടനയുടെ പേരിൽ, പ്രിയപ്പെട്ട ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങൾക്കും വേണ്ടി, ഈ മഹത്തായ സദസ്സിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മഹത്തായ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് KT മൊയ്തീൻ ഹാജി, അതുപോലെ തന്നെ അരുളിപ്പുറം വിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ബഹുമാനപ്പെട്ട മോഹൻദാസ് മാസ്റ്റർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ അമരക്കാരൻ അച്ചോട്ടൻ, അതുപോലെ തന്നെ ശിവേട്ടൻ, അതുപോലെ നമ്മുടെ ബഹുമാന്യനായ സീതി ഹാജിയോടൊപ്പം ഒരുപാട് കാലം അടുത്തിടപഴകി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഹസൻ മാസ്റ്റർ, അതുപോലെ നമ്മുടെ മഹല്ലത്തിന്റെ മുൻ മുദരിസ് ഇംബിച്ച് അഹമ്മദ് ഹാജി അവർകൾ, അതുപോലെ കള്ളിയിൽ മൊയ്തീൻ ഹാജി, ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസാർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ സെക്രട്ടറി നസീം പുളിക്കൽ,
തുടങ്ങി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും നമ്മുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി ആർദ്രവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ വേദി ഒരുക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബഷീർ അവരുടെ പേരിലാണ്. നമുക്കറിയാം, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്ന മോഹവുമായി വിദേശത്തേക്ക് യാത്ര തിരിച്ച നമ്മുടെ ആ പ്രിയപ്പെട്ട സുഹൃത്ത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞുപോയ ഒരു മഹൽ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയുടെ നഗരിയുടെ കവാടമൊരുക്കിയിട്ടുള്ളത് OP പോക്കുട്ടി സാഹിബിന്റെ നാമധേയത്തിലാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ വിദേശത്ത് വെച്ചുകൊണ്ട് നമ്മോട് വിട പറഞ്ഞു പോയ മറ്റൊരു വ്യക്തിത്വമാണ്. അതുപോലെ ഈ മഹത്തായ ഒരു വേദി ഇത്തരത്തിൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്തൊരു പേരുണ്ട്. നമ്മൾക്ക് ബഹുമാനത്തോടെ വിളിച്ചിരുന്ന ബാപ്പുക്ക, മുട്ടായി ബാപ്പുക്ക എന്ന് പറയുന്ന ബാപ്പുക്ക, അദ്ദേഹത്തെയൊക്കെ അതുപോലെ തന്നെ അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തുനബിയോടൊത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ഗ്രൂപ്പിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും വിദേശത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ സംസാരങ്ങളും നമ്മുടെ ഈ സദസ്സിനെയും ഒക്കെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം യുവാക്കളടങ്ങുന്ന വലിയൊരു സമൂഹം ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുണ്ട്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായ പറമ്പൻ നിയാസ്, ജിംഷാദ് അഹമ്മദ് തുടങ്ങി അവർക്കൊക്കെ വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് വർഷക്കാലം നമ്മുടെ മഹല്ലത്തിന്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നമുക്കൊക്കെ താങ്ങും തടലുമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട PVC ബാപ്പുട്ടി ഹാജി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപൂർവ്വം അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ നേതാവ് KT അഹമ്മദ് കോയ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, GCC KMCC സംഘടിപ്പിക്കുന്ന അവരുടെ പ്രവർത്തന ഉദ്ഘാടനത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് ഇവിടെ പ്രധാനമായിട്ടും 2 പരിപാടികളാണ്. ഒന്ന്, നമ്മുടെ മഹല്ലുകാരനവർ സീതിയാജിയെ ആദരിക്കലും +2 പരീക്ഷയിൽ കൂടുതൽ പരീക്ഷ പാസ്സായ കുട്ടികളെ ആദരിക്കലും. നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. അദ്ദേഹത്തിന് 2-3 പരിപാടികളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം ഇപ്പോൾ നടത്തുന്നില്ല. ആ പരിപാടിയിലേക്ക് അതിൻ്റെ സംഘാടകരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദ്യമായി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവരുടെ അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദരം നിറഞ്ഞ അധ്യക്ഷൻ KT അഹമ്മദ് കോയ സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് നൗഷാദ് മണീശ്ശേരി, മറ്റിവിടെ സന്നദ്ധരായിട്ടുള്ള നസീം പുളിക്കൽ, K മൊയ്തീൻ ഹാജി, അഹമ്മദ് സാഹിബ്, NHU, PVA ജലീൽ, PVC ബാപ്പുട്ടി ഹാജി, PK മൂസ ഹാജി, PK ദാസൻ, PT ശിവശങ്കരൻ, PK ബീരാൻകുട്ടി മാസ്റ്റർ, പ്രിയങ്കനായ മുഷ്താഖ് അലി, നമ്മൾ ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചിട്ടുള്ള MB ചമ്മദ് ഹാജി, മറ്റിവിടെ സന്നിധരായ ഈ ഒരു സംരംഭത്തിൻ്റെ നേതാക്കളെ, സംഘാടകരെ, സഹോദരി സഹോദരന്മാരെ,
GCC, KMCC എന്ന സംഘടനയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടക്കപ്പെടുന്നത്. പ്രവാസ ജീവിതമായി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പേങ്ങാട് സ്വദേശികളായ സഹോദരന്മാരുടെ ഒരു കൂട്ടായ്മ ഏറെ ഗൗരവപരമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വേദിയായി മാറ്റിയിരിക്കുകയാണ്. സാധാരണ KMCC എന്ന് പറയുമ്പോൾ വിവിധ രാഷ്ട്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഇതര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് നാം സാധാരണ അവലംബിക്കാറ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളിലെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് അതിലെ സഹോദരന്മാർ, പേങ്ങാട് സ്വദേശികളായ ആളുകൾ ഇന്നത്തെ ആധുനിക ടെക്നോളജി സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുവാനും പോവുകയാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമുക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ കൂടിയിരിക്കുകയാണ്. മുമ്പൊക്കെ പ്രവാസ ജീവിതമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരഹ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് കത്തുപാട്ടുകളുടെ ഒക്കെ കാലഘട്ടം വരുന്നു. കത്തിടപാടിലൂടെ മാത്രം നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് ടെലിഫോൺ സൗകര്യങ്ങൾ വന്നു. ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇന്ന് വളരെ പെട്ടെന്ന് ലൈവായിക്കൊണ്ട് തത്സമയം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും അവരുമായി ബന്ധപ്പെടുവാനും കാണുവാനും സംസാരിക്കുവാനും ഒക്കെ കഴിയുന്ന ഏറ്റവും നല്ല ആധുനികമായ ടെക്നിക്കൽ സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇന്ന് നമ്മുടെ ലോകമെന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലോകമാണ്, ഡിജിറ്റൽ എറ. ഡിജിറ്റൽ കോമ്പറ്റൻസി എന്നുള്ളതാണ് നമ്മുടെ പുതുതലമുറയുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പേപ്പർലെസ് സെഞ്ചുറിയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വെർച്വലായിക്കൊണ്ട് ഇലക്ട്രോണിക് കണികളായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ലോകത്ത് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഗവൺമെൻറ്, ഇ-കോമേഴ്സ്, ഇ-ഗവേണൻസ് എല്ലാം അത് മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ഡിജിറ്റൽ സൗകര്യങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആലംബഹീനരായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെയും സഹോദരന്മാരെയൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയായി ഇത്തരം ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ജീവിതവുമായി ഫിസിക്കലായിക്കൊണ്ട് നാം ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇന്ന് സജീവമായിരിക്കുകയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ നമുക്കറിയാം. പലപ്പോഴും ഒരുപാട് ടാലൻറ്റുകളായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളും സഹോദരന്മാരുടെ ഒക്കെ തന്നെയും
ടാലൻസികൾ ഉപയോഗപ്പെടുത്തുവാൻ ഇത്തരം ഡിജിറ്റൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരമുള്ള കമ്മ്യൂണിക്കേഷനുകളിലൂടെ അവരുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നു, ആശയവിനിമയങ്ങൾ നടത്തുന്നു, ചർച്ചകൾ നടക്കുന്നു, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു, സാഹിത്യ ചർച്ചകൾ നടക്കുന്നു, ബിസിനസ് ചർച്ചകൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ലോകത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് നമ്മുടെ സഹോദരന്മാർ ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്നിവിടെ ഐക്യത്തോടു കൂടി കൈകോർത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ പല പദ്ധതികളും ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അതൊക്കെ തന്നെ ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. ഇങ്ങനെ GCCയിലെ നമ്മുടെ സഹോദരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ പല അത്ഭുതങ്ങളും നമുക്കിവിടെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ഇത്തരം സൗകര്യങ്ങളും ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ അത് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി കൺസ്ട്രക്റ്റീവായിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കണ്ണും കാതും എല്ലാം അടഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ മുമ്പിലെ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകൾ എൻഗേജ്ഡാണ്, അതിലുള്ള ഇയർഫോണുകൾ നമ്മുടെ കാതുകൾ എൻഗേജ്ഡാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ മുഴുവനും നമ്മൾ മുഖംമൂടികളായിക്കൊണ്ട് ലോകം കാണാതെ സ്വപ്നലോകത്ത് മിഥ്യയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്ത് ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, സാമൂഹിക മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നാം ഓരോരുത്തരും സമൂഹത്ത് ഈ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. നമ്മളെല്ലാവരും സാമൂഹിക പ്രതിബദ്ധതയോടു കൂടി മുന്നോട്ട് പോവേണ്ടതാണ്. അത് മനുഷ്യൻ എന്നുള്ളത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു നമ്മെ മനുഷ്യനെ പരിചയപ്പെടുത്തിയത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളായിക്കൊണ്ടാണ് ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ നമുക്ക് ഒരുപാട് മുൻഗാമികളായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവസന്ദേശങ്ങൾ, ആ ദൈവസന്ദേശത്തിലൂടെ നേരായ മാർഗത്തിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുന്നതിന് വേണ്ടി, കൈപ്പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി നമുക്കിവിടെ ഒരുപാട് സന്ദേശങ്ങളും അല്ലെങ്കിൽ പ്രവാചകന്മാരെയൊക്കെ തന്നെയും ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ആ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ഇടപെടേണ്ട മേഖലകളെക്കുറിച്ച് നാം ഏറെ ജാഗരൂകരായി ചിന്തിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലിയത്തിൻ റഇയത്തി, എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്, ഉത്തരവാദിത്തപ്പെട്ട ആട്ടിടയന്മാരെ പോലെയാണ്. ആ ആട്ടിൻകൂട്ടങ്ങളെക്കുറിച്ച് അള്ളാഹു അവരോട് ചോദ്യം ചെയ്യുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും സംതൃപ്തിയും നമുക്കുണ്ടാക്കാൻ സാധിക്കും. സേവനമെന്ന മേഖല എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല സൽക്കർമ്മമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായ എല്ലാ നേട്ടങ്ങളെക്കാൾ കൂടുതലായിക്കൊണ്ട് സേവന രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏത് കാലത്തും ചാരിതാർത്ഥ്യത്തോടു കൂടി